അസിഡിറ്റി ഒരു വലിയ പ്രശ്നം തന്നെയാണ്. എപ്പോഴാണ് ഈ അസുഖം വരുന്നത് എന്ന് പറയാൻ കഴിയില്ല. ഈ അസുഖം കാരണം നമുക്കൊന്നും എൻജോയ് ചെയ്യാനോ ആസ്വദിച്ച് കഴിക്കാനോ തന്നെ കഴിയില്ല. ഈ രോഗത്തിന് വളരെ സിമ്പിളായ പരിഹാര മാർഗങ്ങളുണ്ട്. ഗ്രാമ്പു കഴിക്കുന്നത് വളരെയധികം നല്ലതാണ്. ഗ്രാമ്പു ഭക്ഷണത്തിൻ്റെ ശേഷം ഒരെണ്ണം വായിലിട്ട് ചവച്ച് അരച്ച് കഴിക്കുന്നത് നല്ലതാണ്. അതല്ല, അതിൻ്റെ രുചി ഇഷ്ടപ്പെടാത്തവർക്കാണെങ്കിൽ 3-4 ഗ്രാമ്പു ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് തണുപ്പിച്ചതിന് ശേഷം കുടിക്കാം. അതുപോലെ തന്നെ ഭക്ഷണത്തിൻ്റെ ശേഷം വാഴപ്പഴം കഴിക്കുന്നത് ശ്രദ്ധിച്ചിരിക്കും. അസിഡിറ്റി മാറ്റാൻ സഹായിക്കുന്ന ഏറ്റവും നല്ല ഒന്നാണ് ഈ വാഴപ്പഴം കഴിക്കുന്നത്. അസിഡിറ്റി അകറ്റുക മാത്രമല്ല, വയറിലെ ദഹന സംബന്ധമായ മറ്റു പ്രശ്നങ്ങൾ ശരിയാക്കുന്നതിനും വാഴപ്പഴം വളരെ നല്ലതാണ്. അതുപോലെ തന്നെ രാത്രിയിലാണെങ്കിൽ തണുത്ത പാല് കുടിക്കുന്നത് അസിഡിറ്റിക്ക് വളരെ നല്ലതാണ്. പാലിലടങ്ങിയിട്ടുള്ള കാൽസ്യം വയറിലെ അമിതമായ ആസിഡിനെ ഒഴിവാക്കാൻ വളരെ നല്ലതാണ്. അതുപോലെ ഇഞ്ചി, ദഹിക്കാത്ത പ്രശ്നമാണെന്നുണ്ടെങ്കിൽ ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കി അല്പം ഉപ്പിൽ മുക്കി കഴിക്കുന്നതും അസിഡിറ്റി കുറയ്ക്കാൻ വളരെ നല്ലതാണ്. ഇനി വീട്ടിൽ തുളസി ഇല ഉണ്ട് എങ്കിൽ ഈ അസുഖത്തിന് ഏറ്റവും പ്രസിദ്ധമായ ഒന്നാണ് തുളസി ഇല. അതുപോലെ തന്നെ അസുഖം പെട്ടെന്ന് മാറുകയും ചെയ്യും. ഇതിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുകയോ അല്ലെങ്കിൽ നേരിട്ട് ചവച്ച് കഴിക്കുകയോ ചെയ്യുന്നത് അസിഡിറ്റി ഒഴിവാക്കാൻ ഏറ്റവും നല്ല മാർഗമാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.